ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആയിഷ ബീബി ഒരു സ്വപ്നം കാണുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വപ്നം, ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, സ്വപ്നം എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമുമായിട്ട് വലിയ ബന്ധമുള്ളതാണ്. സ്വപ്നം നുബുവത്തിന്റെ ഒരു അംശമാണ്, വഹീന്റെ ഒരു അംശമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളായിരുന്നു, അല്ലെ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്ത് യൂസുഫ് തന്നെ വളരെ സന്തോഷകരമായ, ഏറ്റവും നല്ല ചരിത്രം പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്ത് യൂസുഫ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണ്. എല്ലാവരും സ്വപ്നം കാണും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഭീതിപ്പെടുത്തുന്ന, നമ്മളെയൊക്കെ രോഗികളാക്കുന്ന, നമ്മളെ തളർത്തിക്കളയുന്ന സ്വപ്നങ്ങളുണ്ട്, അതിനെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ സ്വപ്നം കാണുകയാണ്. ആയിഷ ബീവിക്ക് പരിചയമുള്ള ഒരു പെണ്ണിനെയാണ് സ്വപ്നം കാണുന്നത്. ഖിയാമത്ത് നാള് സംഭവിക്കുന്നു, എല്ലാവരുടെയും നന്മതിന്മകൾ തൂക്കപ്പെടുകയാണ്. ആയിഷ ബീബി കാണുന്ന പെണ്ണിന്റെ നന്മകൾ ഉഹദ് മലയോളം ഭാരമാണ്. ഉഹദ് മലയോളം അമലുകൾ ചെയ്ത, ഉഹദ് മലയോളം പ്രതിഫലം വാരിക്കൂട്ടുന്ന പെണ്ണിനെ ആയിഷ ബീബി സ്വപ്നം കാണുകയാണ്. ആയിഷ ബീബി സ്വപ്നം കണ്ടു, ഉഹദ് മലയോളം പ്രതിഫലം വാരിക്കൂട്ടുന്ന പെണ്ണിനെ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം ആയിഷ ബീബി അന്വേഷിച്ച് നടക്കുകയാണ്. എന്റെ കിനാവിൽ വന്ന പെണ്ണെവിടെ, എന്റെ സ്വപ്നത്തിൽ വന്ന പെണ്ണെവിടെ? ആയിഷ ബീബി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കിനാവിൽ വന്ന ആ പെണ്ണിനെ നേരിട്ട് കണ്ടുമുട്ടുകയാണ്. ആയിഷ ബീബി ആ പെണ്ണിന്റെ അടുക്കിലേക്ക് ഒന്ന് ചോദിച്ചു, പെണ്ണെ, സഹോദരി, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു. നിങ്ങൾ ഖിയാമത്ത് നാള് സംഭവിച്ചപ്പോ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോ ഉഹദ് മലയോളം ഭാരം ഉള്ള പ്രതിഫലവുമായി നിങ്ങൾ ഓടുന്നത് ഞാൻ കണ്ടു. എന്താണ് അതിന് കാരണമെന്ന് ആയിഷ സിദ്ദീഖ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, എന്താ അതിന് കാരണം? ഉഹദ് മലയോളം പ്രതിഫലം വാരിക്കൂട്ടുന്നുണ്ടല്ലോ, എന്താ കാരണം? ആയിഷ ബീബിയുടെ പെണ്ണ് പറയുന്നു, ഞാൻ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, 7 കാര്യങ്ങൾ. അതുകൊണ്ടാണ് എനിക്ക് അത്ര വലിയ പ്രതിഫലം കിട്ടിയതെന്ന് ആ പെണ്ണ് സയ്യിദത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്. 1, ഹഫിൽതു നഫ്സി ഹത്താ ലം യറനി അഹദുൻ ബിൽഹമാരിമി. ഞാൻ എന്റെ ശരീരത്തെ സൂക്ഷിക്കുമായിരുന്നു ആയിഷ, ഒരൊറ്റ അന്യപുരുഷന്മാരും എന്നെ കണ്ടിട്ടില്ല ആയിഷ. അവരുടെ നോട്ടങ്ങളെ തൊട്ട് ഞാൻ എന്റെ ശരീരത്തെ സൂക്ഷിച്ചു ആയിഷ. അതാണ് ഞാൻ ചെയ്ത ഒരേ ഒരു നന്മയെന്ന് ആ പെണ്ണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. എന്റെ ശരീരം ഒരൊറ്റ പെണ്ണും കണ്ടിട്ടില്ല, എന്റെ ബോഡി ഒരു ഒറ്റ പെണ്ണും കണ്ടിട്ടില്ല, എന്റെ നഗ്നത ഒരാളും കണ്ടിട്ടില്ല. അതിനെ തൊട്ട് ഞാൻ സൂക്ഷിച്ചിരുന്നു, ഞാൻ സംരക്ഷിച്ചത് എന്റെ ശരീരം. ഇന്ന് നമ്മുടെ താത്താമാരോ, അല്ലെ, അതിന് നമ്മൾ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ, നമ്മൾ അതിന് വഴിവെച്ചു കൊടുത്താൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുന്ന ഡ്രസ്സ് എടുത്തു കൊടുത്താൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക ഭർത്താക്കന്മാരായ നമ്മളാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിനുള്ള ഡ്രസ്സുകൾ, ആണുങ്ങൾ കാണുന്ന ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളിൽ ആ പെണ്ണിന്റെ ആകാര സവിഷ്ടവും ഹാവഭാവവും കാണുന്ന തരത്തിലാണെങ്കിൽ അതാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മളോടായിരിക്കും. നമ്മൾ ഉത്തരം കണ്ടെത്തണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആയിഷ സിദ്ദീഖയോട് പറയുന്നു, എന്റെ ഹഫിൽതു നഫ്സി, എന്റെ ശരീരത്തെ ഞാൻ സൂക്ഷിച്ചവളാണ് ആയിഷ. അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടണം. ഔറത്ത് നമ്മൾ പറയാതെ തന്നെ ഔറത്ത് മറയ്ക്കുന്ന. ഈ അടുത്ത് ഒരു യാത്രയിൽ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിന്റെ ഒരു വിഷമം എന്ന് പറയുന്നത് 50ാമത്തെ വയസ്സിൽ പർദ്ദ ഇട്ടാൽ മതി എന്ന് ഭർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഓ, എന്ത് ഗ്യാരണ്ടി ഉള്ള ജീവിതമാണ്. അള്ളാഹ് എഴുതി കൊടുത്തു, നീ 60-100 വർഷം വരെ ജീവിക്കുന്നു. അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് 50ാമത്തെ വയസ്സിൽ മുതൽ പർദ്ദ ധരിച്ചാൽ മതി, അതുവരെ ചുരിദാറോ നിനക്ക് ഇഷ്ടമുള്ളവർ ധരിച്ച്. അതുകൊണ്ട് പെണ്ണിന് ആഗ്രഹമുണ്ട് പർദ്ദ ധരിക്കും, ഭർത്താവ് സമ്മതിക്കുന്നില്ല. പെണ്ണിനല്ല, ആണിനെയാണ് അള്ളാഹ് ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 2, ആയിഷ സിദ്ദീഖയോട് പറയുന്നു, ഉഹദ് മലയോളം എനിക്ക് പ്രതിഫലം കിട്ടാൻ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് മാ
سألا حتى إذا كان معي شيء എന്റെ അടുക്കലേക്ക് ആര് കടന്നു വന്നാലും ഏത് യാചകൻ വന്നാലും 1 രൂപ പോലും കൊടുക്കാതെ ഞാൻ അവരെ മടക്കി അയക്കൂല. ആരെന്റെ വീടിന്റെ വാതിൽക്കൽ കൈനീട്ടി വന്നാലും ആരൊരു സഹായാഭ്യർത്ഥനയുമായി കടന്നു വന്നാലും ഞാൻ മാറദ്ദു സായില ഹത്താ ഇദാ കാന മഅയ ശൈഉൻ, വെറുതെ വിടൂല, എങ്ങനെങ്കിലും കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ടേ വിടാറുള്ളൂ. 3 كنت مستعدة للصلاة كنت مستعدة للصلاة قبل الأذان. പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വരരാഗസുത ബാങ്കിന്റെ ധ്വനി കേൾക്കുന്നതിന് മുമ്പ് ഞാൻ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുമായിരുന്നു. അതാണ് എന്റെ 3ാമത്തെ ക്വാളിറ്റി. നമുക്ക് പറ്റുന്നില്ല. നാളെ ആഖിറത്തിൽ പല ജാതി ജനങ്ങൾ കടന്നു വരും. വോൾട്ടേജ് കുറഞ്ഞവർ വരും, വോൾട്ടേജ് കൂടിയത് വരും, മുഖം പ്രകാശപൂരിതമായവർ വരും. അതിൽ ഒരു വിഭാഗം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയുടെ ഈ പെണ്ണവരാണ്, ഞാൻ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നേരത്തെ ഒരുങ്ങി തയ്യാറാകുമായിരുന്നു. 4 ഇദാ അദിനൽ മുഅദ്ദിൻ കുന്തു അഖൂലു മഅഹു, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ സാഹിബ് മുക്രിക പേരോടെ മുക്രി എന്ന അറബി പദത്തിൽ നിന്ന് മുക്രിക അങ്ങനെ വിളിക്കണം. ഉസ്താദ് വിളിച്ചാൽ മതി. മുക്രി ഒന്നെങ്കിൽ മുക്രി എന്ന് വിളിക്കണം. മുക്രി എന്ന് പറയുന്ന മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ അയാള് പറയുന്നത് പോലെ ഞാനും അതിന് ഇജാബത്ത് നൽകുമായിരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, മെല്ലെ അത് കേൾക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുമായിരുന്നു. ഹയ്യ അലസ് സ്വലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഹയ്യ അലൽ ഫലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം സദഖത വബരിഗത എന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോ പറയുമായിരുന്നു. അതാണ് എന്റെ ഒരു ക്വാളിറ്റി. നിബിധങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ബാങ്ക് വിളിക്കുന്ന വ്യക്തി അതേപോലെ നിങ്ങളും പറയണം. ശേഷം നിങ്ങൾ ബാങ്ക് തീർന്നാൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സലാത്ത് ചൊല്ലണം. അതേപോലെ സലാത്ത് പുണ്യ നബിയുടെ മേൽ സലാത്ത് ചൊല്ലണം. ശേഷം എനിക്ക് വേണ്ടി വസീല നിങ്ങൾ ദുആ ചെയ്യണം, വസീല ചോദിക്കണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ. ഇങ്ങനെ 3 കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ കുന്തു ലഹു ശഫീഅൻ ഔ ഷഹീദൻ യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിൽ ആരോരുമില്ലാതെ ഭയാനകമായ ആ ദിവസത്തിൽ നിന്നെ സഹായിക്കാൻ ശഫാഅത്ത് ചെയ്യാൻ ഞാൻ ഓടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 5 മാ അകൽതു വഹദീ ശൈആ, ഏ ആയിഷ ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല ആയിഷ. ഓ നിങ്ങൾക്കത് മനസ്സിലാക്കണം. നമ്മുടെ ഐക്യവും കാക്കകളുടെ എന്നാ ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ല. മാ അകൽതു വഹദീ ശൈആ, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണമേ കഴിച്ചിട്ടേ ഇല്ല. ആ പെണ്ണ് പറയാണ്, അടുത്ത എന്റെ 6ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ലം അഅമലു ശൈആ ബിഗൈരിൽ മുശാവറ, ഞാൻ ഒരു പ്രവൃത്തി ചെയ്യാൻ തുനിഞ്ഞാൽ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരോട് അഭിപ്രായമാരായാതെ ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. മുശാവറ, കൂടിയാലോചന ചെയ്യും. ഞാനൊരു കാര്യം തുടങ്ങുകയാണെങ്കിൽ, കച്ചവടം തുടങ്ങുകയാണെങ്കിൽ, ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ഉപ്പയോട് ആലോചിക്കും, ഉമ്മയോട് ആലോചിക്കും, ഭാര്യയോട് ആലോചിക്കും, മക്കളോട് ആലോചിക്കും. ഇങ്ങനെ അല്ല കൂട്ടുകാർ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾ കൂട്ടുകാരോടൊക്കെ നമ്മൾ ആലോചിക്കണം. അല്ലാതെ നമ്മുടെ പതനം കാണുന്നവരോട് പോയി ആലോചിക്കാൻ നിന്നാൽ അവൻ നല്ല മറുപടി പറയുള്ളൂ. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് നമ്മൾ ആലോചിക്കണം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً
قالوا وتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. ഈ മനുഷ്യ ജനങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി അള്ളാഹ് കൂടിയാലോചന നടത്തിയത് മാലാഖമാരോടായിരുന്നു. എന്റെ അള്ളാഹ് അതിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ് അങ്ങ് സൃഷ്ടിച്ചാ പോരെ, അതാണ് മുഷാവറ. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. മലക്കുകളോട് അള്ളാഹ് ചോദിക്കാൻ, എന്റെ പ്രതിനിധികളെ ഞാൻ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുഷാവറ, കൂടിയാലോചന. ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകൾ പറഞ്ഞു, ഇവന്മാര് നിങ്ങൾ അള്ളാഹ് നീ ഭൂമിയിലോട്ട് ഇറക്കണോ എന്നും അടിയും ബഹളവും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കുന്ന ഇവരെ നീ എന്തിനയക്കണം? ഞാൻ നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് ചെല്ലുന്നില്ലേ? ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നില്ലേ റബ്ബേ? അപ്പൊ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട്. തീരുമാനം അള്ളാഹ് എടുക്കുകയാണ്. ഇവിടെ അള്ളാഹ് പരിചയപ്പെടുത്തുന്ന നീ ഒരു കാര്യം ചെയ്യുമ്പോൾ മുഷാവറ ചെയ്യണം, കൂടിയാലോചിക്കണം, എന്നാൽ അതിൽ ബറക്കത്തുണ്ടാവും, നീ പരാജയപ്പെടൂല. ഈ പെണ്ണ് പറയാണ്, ഞാൻ എന്ത് കാര്യവും മുഷാവറയില്ലാതെ തീരുമാനം എടുക്കൂല. ഏഴാമതാ പെണ്ണ് പറയാണ്, മൻ ഖതഅനി മിൻ ദവിൽ അർഹാം ഇത്തസൽതു ബിഹി. എന്നോട് ആരെങ്കിലും ബന്ധം മുറിച്ചു കളഞ്ഞാൽ ഞാൻ അവരോട് ബന്ധം വിളക്കി ചേർക്കുമായിരുന്നു, കൂട്ടുകുടുംബാദികളെ സഹായിക്കുമായിരുന്നു, പാവങ്ങളെ സഹായിക്കുമായിരുന്നു, വിധവകളെ സഹായിക്കുമായിരുന്നു, യതീമായവരെ കുടുംബത്തിൽപ്പെട്ട യതീമീങ്ങളെ, കുടുംബത്തിൽപ്പെട്ട വിധവകളെ ഞാൻ സഹായിക്കുമായിരുന്നു. അതാണ് എനിക്ക് അല്ലാഹു ഉഹദ് മലയോളം പ്രതിഫലം തന്നത് ആയിഷ എന്ന് ആ പെണ്ണ് പറയുന്നു. കണ്ടോ? ഏഴാമത്തെ കാര്യം, അറ്റുപോയ ബന്ധങ്ങളെ, കുടുംബത്തിൽ പാവങ്ങളുണ്ട്, അവരെ പോയി സഹായിച്ച് ബന്ധം പുലർത്തും. അത് നിന്റെ ജീവിതത്തിൽ ബറക്കത്താണ്. ഒരു ദിവസം മദീനയുടെ ഉമ്മറപ്പടിയിലിരുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ക്ലാസ് എടുക്കുകയാണ്, നസിഹത്ത് വാള് പറയാൻ പോയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വാള് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരെ സഹായിക്കാത്തവർ, കുടുംബ ബന്ധം പുലർത്താത്തവർ, പിണങ്ങിക്കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. പെട്ടെന്ന് സദസ്സിന്റെ ഏറ്റവും പിന്നിൽ നിന്നൊരു സഹോദരൻ ചാടി എഴുന്നേറ്റ് നേരെ പോയി, വീട്ടിലേക്ക് പോയി. എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ മാമിയുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, മാമി, നിങ്ങൾ മാമിയായിട്ട് അദ്ദേഹം പ്രയാസത്തില് പിണക്കത്തിലായിരുന്നു, നിങ്ങൾ എന്നോട് ബന്ധം പുലർത്തണം, ക്ഷമിക്കണം. മാമി ചോദിച്ചു, ഇപ്പൊ എന്താ നിനക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ? അപ്പൊ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബബന്ധം പുലർത്താത്തവർ, പിണങ്ങിക്കഴിയുന്നവർ എഴുന്നേറ്റ് പോകണം. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നതാണ്. അപ്പൊ ആ ബുദ്ധിമതിയായ മാമി ചോദിച്ചു, അത്രേ, നീ ചെന്നിട്ട് അബൂ ഹുറൈറയോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയാൻ എന്താണ് അതിന്റെ മാനദണ്ഡം, എന്തുകൊണ്ടാണ് കാരണം? ആ ചെറുപ്പക്കാരൻ നേരെ സയ്യിദിനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അബൂ ഹുറൈറയോട് ചോദിച്ചു, അല്ലയോ, നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്താ എഴുന്നേറ്റ് പോകാൻ പറയാൻ കാരണം? അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉർ റഹിം. തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും അനുഗ്രഹവും ബറക്കത്തും ഒരു വീട്ടിലോ, ഒരു നാട്ടിലോ, ഒരു സമൂഹത്തിലോ, ഒരു സമുദായത്തിലോ ഇറങ്ങുകയില്ല. വഫീം ഖാതിഉർ റഹീം. ആ നാട്ടിലോ, ആ വീട്ടിലോ, ആ കുടുംബത്തിലോ, ആ സമുദായത്തിലോ, ആ സമൂഹത്തിലോ ഒരു ബന്ധം പുലർത്താതെ, കുടുംബബന്ധം പുലർത്താതെ പിണങ്ങിക്കഴിയുന്നവർ, കുടുംബത്തിന് നന്മ ചെയ്യാത്തവർ, യതീമീങ്ങളെ, അതേപോലെ വിധവകളെ ആട്ടി ഓടിക്കുന്നവരുണ്ടെങ്കിൽ ആ നാട്ട് തന്നെ കുട്ടിച്ചോറാൻ. ഈ
കിടങ്ങാമ്പറമ്പിൽ ഒരു ബന്ധം പുലർത്താതെ നടക്കുന്നവനുണ്ടെങ്കിൽ ഈ മഹല്ലുകാർ മുഴുവൻ അതിന്റെ പേരിൽ അനുഭവിക്കും. അവൻ നല്ലവനാണെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നതാണ്, ഈ മഹല്ല് മുഴുവനും ബർക്കത്തുണ്ടാകും. ഈ മഹല്ലിന്റെ, ഈ വീട്ടിന്റെ, ഇവിടുത്തെ ആൾക്കാരുടെ കച്ചവടത്തിലൊക്കെ അള്ളാഹ് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മോനെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു